ഹലോ. IPL ഇന്ന് RCB വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. അതും രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ താൽക്കാലികമായ ഹോം ഗ്രൗണ്ടായ ഗുവാഹട്ടി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മാച്ച്. അപ്പം ഗുവാഹട്ടി നടന്ന മാച്ചുകളെല്ലാം നമ്മൾ കണ്ടതാണ്. രാജസ്ഥാൻ ആദ്യത്തെ കളി ചെന്നൈ തോൽപ്പിച്ചു. രണ്ടാമത്തെ കളി ഇപ്പം റീസെൻ്റായിട്ട് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. അപ്പം മൂന്നാമത്തെ കളി RCB ആയിട്ട്. അപ്പോൾ രണ്ട് ടീമിനെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനാണ് ഇവിടെ കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ. കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, രാജസ്ഥാൻ്റെ ബോളിങ്. അതിൽ മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രവി ബിഷ്ണോയ്. അപ്പം നമുക്കറിയാം RCBയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ എല്ലാം ഫേവറേറ്റായ വിരാട് കോഹ്ലിയാണ്. പക്ഷേ പുള്ളിക്ക് ഒത്തിരി സമയത്ത് കുറേ നാളുകളായിട്ട് ലെഗ് സ്പിന്നിനെ നേരിടുന്നതിൽ കുറച്ച് ഒരു വീക്ക്നെസ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വീക്ക്നെസ് മുതലാക്കാനായിട്ടുള്ളൊരു ഐറ്റമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സൈഡിൽ നിന്നുള്ള രവി ബിഷ്ണോയ്. കോഹ്ലിക്ക് മാത്രമല്ല, ഫിൽ ഷോട്ടിനും ചിലപ്പോൾ ആ ചെക്ക് വന്നേക്കാം. അപ്പം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പവർ പ്ലേയിൽ തന്നെ രവി ബിഷ്ണോയെ കൊണ്ടുവരാനും ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാളുടെ വിക്കറ്റ് എടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1 ഡൗൺ വരാൻ പോകുന്നത് പടിക്കലായിരിക്കും. പടിക്കലിൻ്റെ ഒരു ഹിറ്റിംഗ് സ്റ്റൈലിന് പറ്റിയ ഒരു ഗ്രൗണ്ട് അല്ല ഗുവാഹട്ടി എന്നാണ് കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് പടിക്കലും പടിക്കൽ ചിലപ്പോൾ റൺ എടുക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ലാസ്റ്റ് 2 കളി കണ്ട ഒരു സ്ട്രൈക്ക് റേറ്റിൽ റണ്ണ് പോകാനായിട്ടുള്ള ചാൻസസ് ഞാനവിടെ കാണുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ വരാനുള്ളത് പട്ടിദാറാണ്. അപ്പം പട്ടിദാറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളിക്ക് സ്പിന്നാണ് അറ്റ്മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ ഒരു സ്പിൻ ത്രെറ്റിനെ, രാജസ്ഥാൻ്റെ സ്പിൻ ത്രെറ്റിനെ പട്ടിദാർ വെച്ചിട്ട് നേരിടാനായിരിക്കും ബാംഗ്ലൂർ ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു അനുമാനത്തിൽ ചിലപ്പം പട്ടിദാർ 1 ഡൗൺ വന്നു കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രാജസ്ഥാൻ്റെ അടുത്തൊരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് പെയറാണ്. ജയ്സ്വാളും നമ്മുടെ ചെറിയ ചെറുക്കൻ വൈഭവ് സൂര്യവംശിയും, ഇവർ രണ്ടുപേരുടെ ഓപ്പണിംഗ് പെയർ വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഇത്രയും ഒരു നല്ലൊരു ആവറേജ് സ്ട്രൈക്ക് റേറ്റിൽ പോകുന്ന വേറൊരു ടീമിൻ്റെ ഓപ്പണിംഗ് പെയർ ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് RCBക്ക് എന്തെങ്കിലും ഒരു ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പവർ പ്ലേയിൽ തന്നെ ജയ്സ്വാളിനെയും സൂര്യവംശിയുടെ വിക്കറ്റ് പോകണം. അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ രാജസ്ഥാൻ്റെ മിഡിൽ ഓർഡർ അവിടെ എക്സ്പോസ് ആവുള്ളൂ. അപ്പം രാജസ്ഥാൻ്റെ മിഡിൽ ഓർഡറിനെ പറ്റി പറഞ്ഞാൽ 1 ഡൗൺ ആയിട്ട് ധ്രുവ് ജുറലും അത് കഴിഞ്ഞാൽ പുറകെ റിയാൻ പരാഗും പിന്നെ ഷിംറോൺ ഹെറ്റ്മേറും ഒക്കെയാണ് വരുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ഇവർക്ക് ഫസ്റ്റ് 2 വിക്കറ്റ് എടുത്താൽ രാജസ്ഥാൻ ബാക്കിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ജൂറിലും പരാഗും ഒക്കെ ആണെങ്കിലും കുറച്ച് ബോൾസ് സ്റ്റാൻഡ് ചെയ്തിട്ട് പിന്നെ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് RCBക്ക് കളിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇന്നത്തെ ഒരു ഇമ്പാക്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ എന്ന് പറയുന്നത് 1 രവി ബിഷ്ണോയാണ്. 2 ഈ ഒരു ത്രെഡ് എല്ലാം കഴിഞ്ഞ് കിട്ടി എന്നുണ്ടെങ്കിൽ RCBയുടെ സൈഡിൽ നിന്ന് ആസ് യൂഷ്വൽ കോഹ്ലിയും നമുക്ക് നല്ലൊരു സ്കോറുമായിട്ട് കാണാൻ പറ്റും. പിന്നെ മൂന്നാമത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പ്ലെയറിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ പട്ടിദാറാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഇന്ന് ജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടീം രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. കാരണം അവരുടെ ഇതുവരെയുള്ള പെർഫോമൻസ്, അവരുടെ ഏറ്റവും കൂടുതൽ കളി കളിച്ച ഒരു ഗ്രൗണ്ട് എന്ന നിലയിലുള്ള ഒരു ഫേവർ, അങ്ങനെ വല്ല ഒന്ന് വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് സ്ട്രോങ് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കളി കഴിഞ്ഞ് കാണാം. താങ്ക് യു.